അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ പരലോക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഒരു പരലോക ജീവിതമുണ്ട്, പരലോകത്ത് വിചാരണയുണ്ട്, മഹ്ശറയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ആ ഒരു പരലോക ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥ നമ്മളൊക്കെ എപ്പോഴും ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. അതിനനുസരിച്ച് നമ്മുടെ നന്മകളെ സജീവമാക്കാനും തിന്മകളെ കുറച്ചു കൊണ്ടുവരാനും നമ്മളെ ഏറെ ഈ ചിന്ത സഹായിക്കും എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബറിലാണ് അവനെ താമസിപ്പിക്കുക. ഖബറിലേക്കാണ് അവനെ കൊണ്ടുവെക്കുക. ഈ ഖബറിൽ നിന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ ഊത്ത് ഊതുന്ന സമയത്ത് ആ ഖബറിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര, ആ ഒരു പോക്ക് വ്യക്തമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പോക്ക് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ്, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി സലാസതു അസ്നാഫ്. അന്ത്യനാളിൽ ജനങ്ങൾ 3 തരത്തിലാണ് ഒരുമിച്ച് കൂടുക. മഹ്ശറയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് 3 രൂപത്തിലാണ്. ഒന്ന്, നടന്നുകൊണ്ട് വരുന്ന ആളുകൾ, ഖബറിൽ നിന്ന് നടന്നു വരുന്ന ആളുകൾ. രണ്ടാമത്, വാഹനം കയറി വരുന്ന ആളുകൾ. മൂന്നാമത്, മുഖം കുത്തിക്കൊണ്ടുവരുന്ന ആളുകൾ, വല്ലാതെ പ്രയാസപ്പെട്ടു വരുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, വ കൈഫ യംശൂന അലാ വുജൂഹിഹിം, എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളതിന് കാരണം പറഞ്ഞത് ഇങ്ങനെയാണ്. അഥവാ കാലിന്മേൽ നടക്കാൻ കഴിയുന്ന ആളുകൾ, ആ അതിന് കഴിവ് നൽകുന്ന റബ്ബ്, കാലുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്, അതിന് കഴിവ് നൽകുന്ന റബ്ബിനിക്ക് എന്തേ മുഖത്തിൻ്റെ മേൽ നടത്താൻ റബ്ബിനിക്ക് എന്തുകൊണ്ട് സാധിക്കൂല? അള്ളാഹുവിനത് കഴിയുമല്ലോ എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വഹാബത്തിന് മറുപടി കൊടുത്തത്. അതൊരു വല്ലാത്തൊരു ഭയാനകമായ അവസ്ഥയാണ്. മുഖം കുത്തി നടക്കുന്ന ആളുകൾ, അഥവാ അവർ ചെയ്ത തിന്മകളാണ് അങ്ങനെ അവർക്ക് ഒരവസ്ഥ വരാനുള്ള കാരണമെന്ന് ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം. നടന്നു പോകുന്ന ആളുകൾ അവരും നന്മ ചെയ്തവരാണ്. വാഹനത്തിൻ്റെ മുകളിൽ പോകുന്ന ആളുകളാണ്, അവരാണ് കൂടുതൽ നന്മകൾ കൊണ്ട് സജീവമായതും ധാരാളം നന്മകൾ ചെയ്തവർ അവരാണ്, ഭാഗ്യവാന്മാർ അവരാണ്. ആ വിഭാഗത്തിൽ പെടാനാണ് ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. അവരാണ് പരലോകത്തെ ഏറ്റവും വിജയികളായ ആളുകൾ.
വാഹനത്തിൻ്റെ മുകളിൽ പോകുന്ന ആളുകൾ. അഥവാ ഖബറിൽ നിന്ന് അവരുടെ ഖബറിൻ്റെ അടുക്കലേക്ക് വാഹനം വരികയാണ്, ഒരു മൃഗം വരികയാണ്. ആ മൃഗത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അവർ യാത്ര പോവുകയാണ്. അവരെ സ്വർഗലോകത്തേക്ക് സന്തോഷത്തോടെ ഈ മൃഗം എത്തിക്കുകയാണ്. ഉളുഹിയത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരറുത്ത മൃഗം അവരുടെ ഖബറിൻ്റെ അടുക്കൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. അതും ഇതും ചേർത്തി നോക്കുന്ന സമയത്ത് നന്മകൾ ധാരാളമായി ചെയ്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വന്നണയും. അവർ ഭാഗ്യവാന്മാരാണ്. പരലോകത്തെ വാഹനയാത്രക്ക് നമുക്ക് സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.